നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നു. മഞ്ഞപ്രയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞപ്രയുടെ യുവജനങ്ങൾ തിളക്കമാർന്ന വിജയം കൈവരിച്ച് ഈ ഒരു അധ്യയന വർഷം പൂർത്തിയാകുമ്പോൾ അവരെ ആദരിക്കേണ്ടത് ഒരു യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമായി തോന്നിയത് കൊണ്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ചരമദിനത്തോടനുബന്ധിച്ച് അനുസ്മരണമായിട്ട് നമ്മൾ ചടങ്ങ് നടത്തുമ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ വിദ്യാർത്ഥികളുമായി ഇടപെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടായിരുന്നു തുടങ്ങിയത്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അവാർഡ്സ് എന്ന പേരിൽ നാം ഈ ഒരു ചടങ്ങിൽ ആരംഭം കുറിക്കുന്നത്. മികച്ച വിജയം കൈവരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ അനുമോദിക്കുന്നു. നിങ്ങളുടെ ഇനിയുള്ള വളർച്ചയിൽ എന്നും യൂത്ത് കോൺഗ്രസ് നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും, നിങ്ങളുടെ സന്തോഷങ്ങളിലും അതുപോലെ നിങ്ങളുടെ പ്രതിസന്ധികളിലും ഒരു യുവജന സംഘടന എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന സന്ദേശം മാത്രം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മൺമറഞ്ഞു പോയ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന വിജയം കൈവരിച്ച നമ്മുടെ മഞ്ഞപ്രയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തുന്ന അവാർഡാണ് ഇവിടെ നടക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിവേഗം വെകുദൂരം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തും അതേപോലെ തന്നെ വികസന രംഗത്തും ഒട്ടേറെ മാതൃപരമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വിയോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരാത്ത ഒരു നഷ്ടം തന്നെയാണ്. മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തില് ഈ നടന്ന SLC+2 വിദ്യാഭ്യാസ രംഗത്ത് തിളക്കമാർന്ന വിജയം കൈവരിച്ച് നമ്മുടെ നാടിന് അഭിമാനമായി തീർന്ന എല്ലാവരെയും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ വിജയം കൈവരിക്കുമ്പോഴും ആ വിജയം എന്ന് പറയുന്നത്, ആ നേട്ടം, നിങ്ങളുടെ ഒരു നേട്ടം അത് വിദ്യാഭ്യാസ രംഗത്തായാലും നാളെ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ എത്തിച്ചേർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നിലകളിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് നിങ്ങളുടെ മാത്രം നേട്ടമല്ല. നിങ്ങളുടെ ഓരോ നേട്ടം, നിങ്ങളുടെ ഓരോ വിജയം എന്ന് പറയുന്നത് ഈ നാടിന്റെ, ഈ മഞ്ഞപ്രയുടെ കൂടി നേട്ടമാണ്, ഈ നാടിന്റെ കൂടി വിജയമാണ്. നിങ്ങളുടെ വളർച്ച ഈ നാടിന്റെ വളർച്ചയാണ്. നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനവും യൂത്ത് കോൺഗ്രസും ഒക്കെ സന്തോഷിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രോത്സാഹനം നൽകാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ്, അതിനുള്ളൊരു പ്രോത്സാഹനമാണ് ഇന്ന് ഇവിടെ നൽകപ്പെടുന്ന ഈ ആദരവ് ചടങ്ങ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരിപാടി പ്രകടിപ്പിക്കാനായിട്ട് മുൻകൈയെടുത്ത യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാർ ആക്കിയുകൊണ്ട് ഇവിടെ മറ്റ് യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിരിക്കുന്നു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൽ നിന്നും MBBS കരസ്ഥമാക്കിയ ഡോക്ടർ സോന CS. 7th റാങ്ക് ഹോൾഡറാണ് ഡോക്ടർ സ്റ്റെഫി വർഗീസ്. മാത്സിൽ PhD
എല്ലാവരും പ്രോത്സാഹനപ്പെട്ട് കൈയടി ചെയ്തു. നമ്മുടെ തിന്മകളുടെ വലിയ ലോകം നമ്മുടെ മുന്നിലുണ്ട്. സൈബർ തനിക്കുള്ളിൽ വളർത്തിയുള്ള ഒരുപാട് തിന്മയുടെ ലോകമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. നമ്മൾ നമ്മുടെ മൊബൈൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു ബട്ടൺ ഒന്ന് മാറ്റി അമർത്തിയാൽ നമ്മുടെ ജീവിതം തകരും. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഒരു ബട്ടൺ ഒന്ന് മാറ്റി ക്ലിക്ക് ചെയ്താൽ മതി, നമ്മുടെ ജീവിതം അവസാനിക്കും. അതുപോലുള്ള സൈബർ പതിപ്പുകൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഒരുപാട് പ്രലോഭനകരമായിട്ടുള്ള തിന്മയുടെ ലോകം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ഉൾപ്പെടെയുള്ള ഒരുപാട് തിന്മയുടെ ലോകം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ ആ തിന്മയുടെ ലോകത്ത് നന്മയെ സ്വീകരിച്ച് തിന്മയ്ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് തിന്മയുടെ മുമ്പിൽ കൃത്യമായി നോ പറഞ്ഞ് നന്മയെ സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും മിടുക്കന്മാരും മിടുക്കലുമായി നിങ്ങൾക്ക് മാറാൻ കഴിയും. ജീവിതത്തിൽ ഏറ്റവും മിടുക്കന്മാരും മിടുക്കലുമായി വ്യക്തിപരമായ സ്വഭാവത്തിൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ, നിങ്ങളുടെ ഓരോ ദിനത്തിലുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും മിടുക്കന്മാരും മിടുക്കലുമായി ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ അപ്പുറത്തേക്ക് രക്ഷകർത്താക്കൾ അവരുടെ മക്കളോട് പറയണം, ആ വീട്ടിലെ കുട്ടിയെ കണ്ടുപിടിക്കൂ, അവനെ പോലെയാകൂ, അവളെ പോലെയാകുമെന്ന് നമ്മളെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു രക്ഷകർത്താക്കൾ നമ്മളെ ചൂണ്ടിക്കാണിച്ച് അവരുടെ മക്കളോട് പറയുമ്പോൾ നമ്മൾ മാതൃകകളായി ജീവിക്കുന്ന ആളുകളായി മാറും. ഞാൻ പറയുന്നു, വ്യക്തിപരമായ സ്വഭാവത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ടാകണം. എല്ലാ തിന്മകളെയും അതിജീവിച്ച്, എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ഏറ്റവും മിടുക്കന്മാരും മിടുക്കനുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ, മറ്റൊരു കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ നമ്മളാക്കി മാറ്റുന്ന നമ്മുടെ രക്ഷകർത്താക്കളെ നമ്മളെ നമ്മളാക്കി മാറ്റുന്ന രക്ഷകർത്താക്കൾ അവരുടെ ജീവിതം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. അല്ലെ, നമ്മുടെ അമ്മമാരെ കുറിച്ച് ആലോചിച്ച്, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ വെളുപ്പിന് 5 മണിക്ക് അമ്മമാർ എഴുന്നേക്കും. നിങ്ങളെ രാവിലെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളെ തിരിച്ചെഴുന്നേപ്പിച്ച് പഠിപ്പിച്ച് റെഡിയാക്കി നിങ്ങളുടെ ബാക്കിൽ പുസ്തകം വെച്ച് ചോറ്റുപാത്രം വെച്ച് വാട്ടർ ബോട്ടിൽ വെച്ച് നിങ്ങളെ വണ്ടിയിൽ കയറ്റിവിട്ട് നിങ്ങൾ തിരികെ വരുമ്പോ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ഇറങ്ങിയതിനു ശേഷം മാത്രമേ നമ്മുടെ അമ്മമാർ ഉറങ്ങാറുള്ളൂ. അങ്ങനെയല്ല നമ്മുടെ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവസാനം നമ്മളൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോ നമ്മുടെ രക്ഷകർത്താക്കളുടെ സ്ഥാനം എവിടെയാണ് എന്നാലോചിച്ച് നോക്കി. പല വീട്ടിൽ നേരം നമ്മുടെ അനുഭവം, നമ്മുടെ കൺമുമ്പിലുള്ള ഒരുപാട് അനുഭവങ്ങൾ. ജീവിതത്തിന്റെ യൗവനം മുഴുവൻ, ജീവിതം മുഴുവൻ എല്ലാ സമ്പത്തും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച്, ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് അവസാനം എല്ലാം മക്കൾക്ക് എഴുതി കൊടുത്ത് ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെടുന്ന ഒരുപാട് രക്ഷകർത്താക്കളുടെ നാടാണ് ഈ മലയാള നാട്. മക്കളാൽ തള്ളപ്പെടുന്ന, ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വഴിയരികിലേക്ക് തള്ളപ്പെടുന്ന, പുറംപോക്കിലേക്ക് തള്ളപ്പെടുന്ന, ഓൾഡേജ് ഹോമുകളിലേക്ക് തള്ളപ്പെടുന്ന ഒരുപാട് രക്ഷകർത്താക്കളുടെ നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ഞാൻ പറയുന്ന മക്കളെ, നമ്മൾ എത്ര മുന്നിലെത്തിയാലും, എത്ര സ്റ്റാറ്റസ് ഉള്ളവരായാലും, എത്ര സമ്പത്ത് നേടുമ്പോഴും, എത്ര വലിയ വിജയത്തിലേക്ക് പോകുമ്പോഴും നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാൻ, അവരെ കരുതലായി കൊണ്ടു നടക്കാൻ, അവർക്ക് സാമീപ്യമാകാൻ, സാന്നിധ്യമാകാൻ, ജീവിതത്തിന്റെ സായന്തനത്തിൽ താഴ്ന്നും തണലുമായി എന്റെ രക്ഷകർത്താക്കൾക്ക് എല്ലാ സമയത്തും ഞാൻ ഉണ്ടാകുമെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ, അവരെ എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തി അവരുടെ ജീവിതത്തിന്റെ അവസാനം വരെ അവർക്ക് താഴ്ന്നും തണലുമായി മാറാൻ നമ്മളെപ്പോലുള്ള മക്കൾ തയ്യാറായെങ്കിൽ ഇനി ആരാണ് തയ്യാറാകുന്നത്? ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അതൊന്നും ഓർമ്മയുണ്ടാകണം. നമുക്ക് വേണ്ടി ജീവിച്ച, നമുക്ക് വേണ്ടി മാറ്റിവെച്ച രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ടാകണം. അതോടൊപ്പം നമ്മൾ നാടിന്റെ ചുരുക്കപ്പെട്ട ഇവിടെ നിങ്ങൾ നേടിയ വിജയം നിങ്ങളുടെ വീടിന്റേത് മാത്രമല്ല, നിങ്ങളുടേത് മാത്രമല്ല, ഒരു നാടിന്റെ കൂടി വിജയമാണെന്നാണ് നിങ്ങൾ ഇതുപോലെ തെരഞ്ഞെടുക്കുന്നത്. നാളുകളിൽ നിങ്ങൾ വലുതായി വലിയ ജോലി എത്തുമ്പോ, വലിയ സമ്പത്ത് നേടുമ്പോ, വലിയ സ്റ്റാറ്റസ് നേടുമ്പോ നമ്മളാക്കി മാറ്റിയ നമ്മുടെ സമൂഹത്തെ കൂടി, നാടിനെ കൂടി നമുക്ക് ഓർമ്മയുണ്ടാകണം. നമ്മുടെ നാടിനെ കൂടി ഓർമ്മിച്ചുകൊണ്ട് നാടിനെ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, വികസനത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടിയായിട്ടുള്ള പങ്കുണ്ടാകണം. അങ്ങനെ ഒരു സമൂഹ ജീവിയായി നമ്മൾ നമ്മളിലേക്ക് മാത്രമായി ഒതുങ്ങുന്ന കാലഘട്ടത്തിൽ ഞാനും എന്റെ കുടുംബവും എന്നതിനപ്പുറത്ത് എന്റെ നാടും എന്റെ സമൂഹവും മുതലുള്ള വിശാലമായ കഷ്ടപ്പാടിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് വളരെ സ്നേഹപൂർവ്വം നിങ്ങൾ നേടിയ വിജയം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അഭിമാനകരമായ നേട്ടം ഇനിയും ഓരോ ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കാൻ, ആ നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾ കഴിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രചോദനകരമായിട്ടുള്ള ഒരു അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഈ അവാർഡ് ദാന ചടങ്ങിൽ ലഭിച്ച മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ജില്ലാ
ഭാരവാഹികളും ബൂത്ത് ഭാരവാഹികളും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ സഹായിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അവാർഡ് നേടിയ കുട്ടികളെ പ്രത്യേകമായി അനുമോദിക്കുന്നു. അതിനെ പ്രാപ്തരാക്കിയ അവരുടെ രക്ഷകർത്താക്കളെ അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട അവരുടെ അധ്യാപകരെ അനുമോദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അലൻ ഷാജു, അലൻ ഷാജു, ആൽവിൻ, അലീന ഷൈജു, അലീന ഷാജു, അലക്സ് സ്റ്റാൻലി, ആൽഫ്രഡ് ബേബി, അലീന ബിജു, അൽന മേരി ജോസ്. കുട്ടികളെല്ലാവരും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. അൽന മേരി ജോസ്, സോജൻ, ഏഞ്ചൽ ബിജു, അനീഷ ജോസ്, അനീറ്റ മേരി ഡേവിസ്, ഏഞ്ചലീന ജോൺസൺ, അഞ്ജിത രാജു, ആൻ മരിയ ആൻഡ്രു, ബേസിൽ എൽദോ, വർഗീസ്, ബെഞ്ചമിൻ ബി വർഗീസ്, ദേവിക രാജേഷ്, എൽ ബി ബിജു, ജോർജ്, എൽസ മരിയ ജോർജ്, സിജു, മെറിൻ ജോർജ്, നവീന ഡേവിസ്, നവ്യ ഡേവിസ്, പ്രതീഷ് മുന്നേരി, സാൻഡ്രിയ ജോഷി, അടുത്തതായി വിജയം നേടിയ കുട്ടികൾക്കുള്ള മെറിറ്റ് അവാർഡാണ്. എബിൻ ഉർമിസ്, അഖിൽ ആൻഡ്രു, അൽന തങ്കച്ചൻ, അനന്യ ജോയ്, ഏഞ്ചൽ എൽദോ, ആൻ മരിയ ബേബി, അനൂജ് ജോൺസൺ, അഷിത ബിജു, ഗോഡ്സൺ ബൈജു, ജോയ്ന ജോയ്, ജോസ്മി ജോയ്, ജൂസൻ ബൈജു, പാർവതി സിനോജ്, സമൽ ഡേവിസ്, സ്നേഹ ജേക്കബ്, സോന മാർട്ടിൻ, ആൽബർട്ട്
കെ തോമസ് 90% അതിൽ കൂടുതൽ വിജയം കരസ്ഥമാക്കിയ എക്സലൻസ് അവാർഡാണ്. ആൽബർട്ട് കെ തോമസ്. അഭിനവ് ജോയ്. ആൽവിൻ ഷൈജു. അൽന ട്രീസ ഡേവിസ്. Aloysius Biju. Amrita Sanchoy. Angel Biju. Anna Biju. Anna Teresa Davis. Anne-Marie Sebastian. Agnes Lijo. Ashita Sunny. Ashlyn K. Thomas. Ashwin Anthony. Austin Stephen. Devanarayan S. Divona Roy. Dia Davis. Donald K. Babu. Elroy Paul Jindo. Jennifer Jijo. Joel Biju. Jude K. Shindlo. Maria Shaiju. Maria Reggie. Srilakshmi Manikutan. Varsha K.S. Milan Jose. Maria Twinkle. Nandana Ramesh. Neha Lalsan. Noel Jovi. Prince Saju. Rimona Roy. Sania Martin. Sevin Biju. Shan Saju. Anne Maria Lalu. കുട്ടികളെ
കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ആൻമരിയ ലാലു, അഭിഷേക് സുരേഷ്, അഭിഷേക് സുരേഷ്, അബിൻ സെബാസ്റ്റ്യൻ, അബിൻ സെബാസ്റ്റ്യൻ, അലൻ ബിനോയ്, അലൻ ബിനോയ്, അനീന ജിജു, അനീന ജിജു, അർജുൻ കൃഷ്ണ എം നായർ, അർജുൻ കൃഷ്ണ എം നായർ, ചെസ്ന ചെറിയാൻ, ചെസ്ന ചെറിയാൻ, ദിവ്യ രാജൻ, ദിവ്യ രാജൻ, ഡോണ മരിയ റൊണാൾഡ്, ഡോണ മരിയ റൊണാൾഡ്, ലിൻ മരിയ ജോ, ലിൻ മരിയ ജോ, മെൽവിൻ ജോർജ്, മെൽവിൻ ജോർജ്, ജോസിൻ സിജോയ്, ജോസിൻ സിജോയ്, നേഹ സിബി, നേഹ സിബി, നോയൽ ബിജു, നോയൽ ബിജു, ജൽഷ, മാറല്ലേ